ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് എന്തായാലും ചിക്കൻ വാങ്ങിക്കാമെന്നുള്ള പ്ലാനിൽ എത്തിപ്പെട്ടതുകൊണ്ട് ഞാൻ എല്ലാ പാത്രങ്ങളും ഒതുക്കി തട്ടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. അപ്പോഴേക്കും വാപ്പിച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കാലേ ഉള്ളായിരുന്നു. രണ്ട് കാലിന് വേണ്ടിയിട്ടല്ലേ തന്നെ ഇവിടെ അടിയാണ്. എന്നിട്ടാണ് ഒരു കാലം കൊണ്ട് വന്നൊരവസ്ഥ. പിന്നെ ഞാൻ അതെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചു. പിന്നെ കുറച്ച് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് പെറുക്കി എടുത്തു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കട്ടിംഗ് ബോർഡൊന്നുമില്ല എനിക്കറിയാനായിട്ട്. ഈ കൈ കൊണ്ട് ഇങ്ങനെ അരിയലേ നടക്കത്തുള്ളൂ. ഇതും എനിക്ക് എളുപ്പമാണ്. ഇതാണ് എനിക്കും എളുപ്പം. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം അരിഞ്ഞ് പെറുക്കി ചിക്കനെല്ലാം വൃത്തിയാക്കി ചിക്കനായിട്ട് സവാള വഴറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വഴറ്റാനുള്ളതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴക്കോള് കയറി കൊള്ളുന്നുണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ വാപ്പിച്ചിക്ക് കുറച്ച് സലാഡ് അരിയണമായിരുന്നു. അപ്പോഴത്തേക്കിനും ഞാൻ സവാള എല്ലാം വഴറ്റി ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ഇടുന്നത് നമ്മൾ ഈ ഒരു അടുപ്പത്താണ് കേട്ടോ. വിറകടുപ്പിലാണ് ഇടുന്നത്. അത് പെട്ടെന്നൊന്ന് അരി വടിക്കണം. അത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ അരി വടിക്കുന്നത് ഏറ്റവും പാടുള്ള കാര്യമാണ്. ഇങ്ങനെ എപ്പോൾ അരി വടിച്ചാലും അതെൻ്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴും. മിക്കപ്പോഴും നടക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അരി വടിക്കാൻ ഏറ്റവും പാടുള്ള കാര്യമാണ്. ഞാൻ കുറേ വെള്ളം ഇങ്ങനെ കോരി കളഞ്ഞിട്ടായിരിക്കും ആ അരി ഇങ്ങനെ വടിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. ചോറുമെല്ലാം വടിച്ച് സെറ്റാക്കി വന്നപ്പോഴേക്കും വെയിൽ ഉദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.